മകനെ കുട്ട, മകനെ കുട്ട എന്ന് ഓർത്ത് വെച്ചാൽ മതി. മാൻഡിൽ, കാമ്പ്, കുട്ടൻ. ഹലോ, ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. ജോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഭൂമിയുടെ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്കും ചോദ്യം വന്നിട്ടുണ്ട്. എന്ത് ചോദ്യമാണ് വന്നേ? ഓക്കെ, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാമാ പിള്ളേരെ? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും നിക്കലുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇരുമ്പും നിക്കലുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞങ്ങളോട് പഠിക്കാൻ പോകുന്നതിൽ നിന്ന് ധാരാളം നല്ല ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. കണക്ട് ചെയ്തൊക്കെ പഠിക്കേണ്ടത് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ആദ്യം ഒരു ഉപകരണം പഠിക്കണം കേട്ടോ പിള്ളേർ. അതായത് നമ്മുടെ ഭൂമിയുടെ ഉള്ളറകളിൽ കുടുങ്ങിപ്പോകുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അത് ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. ആ ഉപകരണത്തിൻ്റെ പേര് അറിയോ? എന്താണ് ഉപകരണത്തിൻ്റെ പേരെന്ന്? ആ ഉപകരണത്തിൻ്റെ പേരാണ് ഓക്സി ബോക്സ്. എന്താണ്? ഓക്സി ബോക്സ് കേട്ടോ. ഓക്സി ബോക്സ് ആണ് ഭൂമിയുടെ ആഴങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഓക്സി ബോക്സ് എന്നാണ് കേട്ടോ. ഓക്സി ബോക്സ് എന്നാണ് ഉപകരണത്തിൻ്റെ പേര്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത്, ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും പിള്ളേരെ? താപവും മർദ്ദവും കൂടുന്നു. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകുന്തോറുമുള്ള ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം. അതായത് മുകളിലത്തെ പാളികൾ താഴേക്ക് ഒരു ബലം അല്ലെങ്കിൽ ഒരു ഭാരം ചെലുത്തുന്നുണ്ട്. ആ ഭാരം കാരണമാണ് ഈ താഴേക്ക് പോകുന്തോറും മർദ്ദ വ്യതിയാനം സംഭവിക്കുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ചോദിക്കും കേട്ടോ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എത്രയാണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, 1530 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ പോലും ഇരുമ്പ് എന്ത് ചെയ്യും? ഉരുങ്ങി തുടങ്ങും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ച് വേണം കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ച് വേണം. 5000 ഡിഗ്രി സെൽഷ്യസ് താപമാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓക്സി ബോക്സ് മറക്കണ്ട, ചോദിക്കും കേട്ടോ. ഓക്സി ബോക്സ്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നേ? ഓക്കെ, അടുത്ത് പറയുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാൻ പറ്റുമോടെ? നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാൻ പറ്റുമോ പിള്ളേരെ? പറ്റത്തില്ല. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാൻ പറ്റത്തില്ല. കാരണം താഴേക്ക് പോകുന്നതോടും മർദ്ദവും താപവും എല്ലാം കൂടുന്നു നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് കേട്ട് കഴിഞ്ഞാൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്, അതായത് നമ്മുടെ ഈ വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, അതായത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ മുകളിലേക്ക് വരുന്ന വസ്തുക്കൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാം. രണ്ടാമത്തത്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ ഖനികളുണ്ടല്ലോ, ഇപ്പോൾ പലതരത്തിലുള്ള ഖനികളുണ്ടല്ലോ, ആ ഖനികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ ഘടനയെ പറ്റി അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറയെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അടുത്ത്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും പിള്ളേരെ? ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാം. അപ്പം 3 രീതിയിൽ. ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. 2, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. 3, ഭൂകമ്പ സമയത്തുണ്ടാവുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. കിട്ടി? ക്ലിയർ ആണ്. അടുത്ത്, ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആ വ്യത്യസ്ത പാളികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കിയടാ, ഏറ്റവും പുറമെ എന്താണ്? ഭൂവൽക്കമാണ് ഏറ്റവും പുറമേ ഉള്ളത്. അതിനുശേഷം മാൻഡിൽ വരുന്നുണ്ട്, അതിനുശേഷം മാൻഡിൽ അല്ലെങ്കിൽ ക്രസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം പുറക്കാമ്പും അതിനുശേഷം അകക്കാമ്പും. അപ്പോൾ ഈ 4 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? തരംതിരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഭൂവൽക്കം, മാൻഡില്, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻഡില്, പുറക്കാമ്പ്, അകക്കാമ്പ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഭൂമിയുടെ ഉള്ളറയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. മനസ്സിലായല്ലോ ഇത്രയും? ബാക്കി നോക്കാം പിള്ളേരെ. നമ്മൾ ഈ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? നോക്കിയടാ, ഭൂവൽക്കത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഭൂവൽക്കത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യം ഇവിടെ പറയുന്നത്. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട് നമുക്കിവിടെ കാണാൻ കഴിയും. എന്താ?
ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏകദേശം 40 കിലോമീറ്റർ കനം. എത്ര കിലോമീറ്റർ കനമുണ്ട് പിള്ളേരെ? 40 കിലോമീറ്റർ ആണ് എന്തിന്റെ കനം എന്ന് പറയുന്നത്? ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത്. ഈ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അപ്പോൾ ഭൂവൽക്കത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? 2 ഭാഗങ്ങൾ, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ആ ഭാഗങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നോക്കിക്കേ, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ സിലിക്ക, അലുമിന ഏതൊക്കെ പിള്ളേരെ? സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേരെന്താണ്? സിയാൽ എന്നാണ്. സിയാൽ എന്നൊരു എയർപോർട്ട് ഉണ്ട്, അറിയോ? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, നമ്മുടെ സിയാൽ, പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ എയർപോർട്ട്, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട് സിയാൽ, നമ്മുടെ നെടുമ്പാശ്ശേരി സ്ഥിതി ചെയ്യുന്ന സിയാൽ. അപ്പൊ ആ സിയാൽ എയർപോർട്ട് കരയിലല്ലേ? അപ്പൊ വൻകര ഭൂവൽക്കം സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക അലുമിന. സിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്ക അലുമിന. അടുത്ത് സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. അപ്പൊ സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേരെന്താ പിള്ളേരെ? സിമ എന്നാണ്. അപ്പൊ സിമ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരല്ലേ? സിമ എടുത്ത് സമുദ്രത്തിൽ ചാടി എന്നോർത്താൽ മതി. സമുദ്രത്തിൽ ചാടി, സിമ സമുദ്രത്തിൽ ചാടി, സിമ സമുദ്രം. സിമ എന്നാൽ സമുദ്ര ഭൂവൽക്കം, സിയാൽ എന്നാൽ വൻകര ഭൂവൽക്കം. സിയാലിലുള്ളത് സിലിക്കയും അലുമിനിയം. ഓക്കെ, സിമയിലുള്ളത് സിലിക്കയും മഗ്നീഷ്യം. കിട്ടുമല്ലോ? സിമ, സിലിക്ക, മഗ്നീഷ്യം. അതുപോലെ തന്നെ സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്ക, അലുമിനിയം. ഓക്കെ, അപ്പൊ അതത്രയാണ് ഭൂവൽക്കത്തെ കുറിച്ച് പറയുന്നത്. നേരത്തെ പുറന്തോടാണ്, 40 കിലോമീറ്റർ കനം, 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കത്തിലുള്ളത് സിലിക്കയും അലുമിനിയം, അതുകൊണ്ട് സിയാൽ എന്നറിയപ്പെടുന്നു. സമുദ്ര ഭൂവൽക്കത്തിലുള്ളത് സിലിക്കയും മഗ്നീഷ്യം, അതുകൊണ്ട് സിമ എന്നറിയപ്പെടുന്നു. അടുത്ത മാൻഡിലിനെ കുറിച്ച് പറയുന്നുണ്ട്. മാൻഡിൽ നോക്കിയേ, മാൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വരെ നമുക്ക് വരുന്നത് മാൻഡിലാണ് പിള്ളേരെ. മാൻഡിലാണ് നമുക്ക് ആ ഒരു ഭാഗം വരെ വരുന്നത്. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്കം ആദ്യം, അതിന് താഴെയാണ് മാൻഡിൽ വരുന്നത്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് ആഴം. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് ഏതിൻ്റെ ആഴം വരുന്നത്? മാൻഡിലിൻ്റെ ആഴം വരുന്നത്. മറ്റത് 40 കിലോമീറ്റർ വരെ, ഇത് 2900 കിലോമീറ്റർ വരെ. 2 ഭാഗങ്ങളുണ്ട്. 2 ഭാഗങ്ങൾ, ഉപരി മാൻഡിലും അധോ മാൻഡിലും. മാൻഡിലിന് 2 ഭാഗങ്ങളുണ്ട്, ഉപരി മാൻഡിലും അധോ മാൻഡിലും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം ഉപരി മാൻഡിലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മുകളിലുള്ള ഏത് ഭൂവൽക്കത്തിൽ, അവിടെ ഇപ്പം വൻകര ഭൂവൽക്കം ആയാലും സമുദ്ര ഭൂവൽക്കം, അവിടെ സിലിക്കയുണ്ട്. അപ്പം അതിനുശേഷമല്ലേ ഉപരി മാൻഡിൽ വരുന്നത്. അപ്പോൾ അവിടെയും എന്തുണ്ട്? സിലിക്കൺ സംയുക്തങ്ങളുണ്ട്. മനസ്സിലായ? വൻകര ഭൂവൽക്കത്തിലും സമുദ്ര ഭൂവൽക്കത്തിലും ഉപരി മാൻഡിലും പ്രധാനമായിട്ടും സിലിക്കൺ സംയുക്തങ്ങളുണ്ട്. അപ്പോൾ ഈ ഉപരി മാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഒരു പാളിയാണ്. അപ്പോൾ അത് ഖരാവസ്ഥയിലാണ്. എന്നാൽ അധോ മാൻഡിൽ ഉപരി മാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രവാവസ്ഥയിലാണ്, സെമി ലിക്വിഡ് ആയിട്ടാണ് അധോ മാൻഡിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഉപരി മാൻഡിലിൽ സിലിക്കൺ സംയുക്തങ്ങളുണ്ട്, അതുകൊണ്ട് ആ പാളി ഖരാവസ്ഥയിലും. അധോ മാൻഡിലിൽ കേട്ടോ, അതായത് ഉപരി മാൻഡിലിൽ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അധോ മാൻഡിലിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത്, അപ്പം മാൻഡിൽ അത്രയേ ഉള്ളൂ. ഭൂവൽക്കത്തിന് താഴെയായിട്ട് വരുന്നു. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ 2 ഭാഗങ്ങൾ, ഉപരി മാൻഡിലും അധോ മാൻഡിലും. ഉപരി മാൻഡിലിൽ സിലിക്കൺ സംയുക്തങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിർമ്മിതമായതുകൊണ്ട് അത് ഖരാവസ്ഥയിലും, അധോ മാൻഡിലാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥയിലുമാണ്. അടുത്ത കാമ്പിനെ കുറിച്ച് അല്ലെങ്കിൽ കോറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ് അല്ലെങ്കിൽ കോറ്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? 2900 കിലോമീറ്റർ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം 40 മുതൽ 0 to 40 ഭൂവൽക്കം അല്ലേ? 0 തുടങ്ങി 40 വരെ ഭൂവൽക്കമാണ്. 40 മുതൽ 2900 വരെ മാൻഡിലാണ്. 2900 തുടങ്ങി 6371 വരെ കാമ്പാണ്. 6371 വരെ കാമ്പാണ്.
കാമ്പിന് രണ്ട് ഭാഗങ്ങളുണ്ട് പിള്ളേരെ, പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പും അകക്കാമ്പും. അപ്പൊ അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഏത് അവസ്ഥയിലാണ് പിള്ളേരെ? ഉരുകിയ അവസ്ഥയിലാണ്. അവയുടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും നിക്കല്, ഇരുമ്പ്, ഇതാണ് നമുക്ക് ചോദ്യം വന്നത്. പ്രധാനമായും നിക്കല്, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്നും അറിയപ്പെടുന്നു. മനസ്സിലായോ പിള്ളേരെ? അപ്പൊ കാമ്പിന് രണ്ട് ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പുമുണ്ട് അകക്കാമ്പുമുണ്ട്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഏതവസ്ഥയിലാണ്? ഉരുകിയ അവസ്ഥയിലാണ്. ഈ പുറക്കാമ്പിന് തൊട്ട് മുകളിലാണ് അധോ മാൻഡിൽ, അവിടെ അർദ്ധദ്രവാവസ്ഥയിലാണ് അല്ലേ. അതിന് താഴെയാണ് പുറക്കാമ്പ്, അത് ഉരുകിയ അവസ്ഥയിലാണ്. എന്നാൽ ഏറ്റവും ഉള്ളിൽ വരുന്ന ഭാഗമായില്ല, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് എന്തവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. ഈ അകക്കാമ്പിലെ പ്രധാന ധാതുക്കളാണ് നിക്കല്, ഇരുമ്പ്. നിക്കല്, ഇരുമ്പ്. അപ്പം നിക്കലിന്റെ എണ്ണയും ഇരുമ്പിനെ സൂചിപ്പിക്കുന്ന എഫിയും ചേർന്നിട്ട് നിഫെ എന്നാണ് ഏതറിയപ്പെടുന്നത്? അകക്കാമ്പ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം മൂന്ന് കാര്യങ്ങൾ വളരെ: വൻകര ഭൂവൽക്കം സിയാൽ, സമുദ്ര ഭൂവൽക്കം സിമ, അകക്കാമ്പ് നിഫെ. മൂന്ന് മനസ്സിലായല്ലോ. സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക, അലുമിനിയം. സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക, മഗ്നീഷ്യം. നിഫ എന്ന് പറഞ്ഞാൽ നിക്കല്, ഇരുമ്പ്. എല്ലാം സെറ്റാണല്ലോ. ഓക്കെ, അടുത്ത് നോക്കിയോ. ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും. പിള്ളേർ ശ്രദ്ധിച്ചു കേട്ടോ. ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം അല്ലെങ്കിൽ ഏറ്റവും പുറമേയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഭൂവൽക്കമാണ്. അതിനുശേഷം ഉപരിമാൻഡിൽ, അതിനുശേഷം അധോ മാൻഡിൽ വരുന്നത് അല്ലേ. അപ്പൊ ഈ ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലെയും ചേർത്ത് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ. അപ്പം ശിലാമണ്ഡലം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേരുന്നതാണ് ശിലാമണ്ഡലം. ആ ശിലാമണ്ഡലത്തെ നമ്മൾ ലിത്തോസ്ഫിയർ എന്നും പറയുന്നുണ്ട്. ഇനി ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? അസ്തനോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ട? നമ്മൾ ഭൂവൽക്കം കഴിഞ്ഞിട്ട് ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണ്. അതിനുശേഷം വരുന്ന അധോ മാൻഡിൽ നമ്മൾ പറഞ്ഞു അർദ്ധദ്രവാവസ്ഥയിലാണെന്ന്. അപ്പൊ ആ ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാദ്രവങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഓക്കെ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ ലാവ, അല്ലെങ്കിൽ ശിലാദ്രവം എന്ന് വെച്ചാൽ ലാവയാണ്. ആ ശിലാദ്രവത്തിന്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. ഓക്കെ, അപ്പൊ ശിലാദ്രവത്തിന്റെ സ്രോതസ് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അസ്തനോസ്ഫിയർ ആണ്. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ഏത്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത് മൊഹറോവിസിക് വിച്ഛിന്നതയും ഗുട്ടൻബർഗ് വിച്ഛിന്നതയും. പിള്ളേരെ, മൊഹറോവിസിക് വിച്ഛിന്നത എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണേ. ഭൂവൽക്കത്തിനും അതുപോലെ തന്നെ ഭൂവൽക്കത്തിനും മാൻഡിലിനും ഇടയിലുള്ള അതിർവരമ്പിനെയാണ് എന്ത് പറയുന്നത് പിള്ളേരെ? മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിനും മാൻഡിലിനും ഇടയിലുള്ള അതിർവരമ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡിലിനും അതുപോലെ കാമ്പിനും കേട്ടോ, മാൻഡിലിനും കാമ്പിനും ഇടയിലുള്ള അതിർവരമ്പിനെയാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഓക്കെ, മാൻഡില് കാമ്പ്. അപ്പൊ മകനെ കുട്ട എന്ന് ഓർത്ത് വെച്ചാൽ മതി. മാൻഡില് കാമ്പ് ഗുട്ടൻ, അതായത് മകനെ കുട്ട, മാൻഡില് കാമ്പ് എന്നിവർക്ക് ഇതിനിടയിലുള്ള ആ ഒരു അതിർവരമ്പിനെ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നു. മകനെ കുട്ട,
ഖ മാൻഡിൽ കാമ്പ്, മാൻഡിൽ കാമ്പ്. അപ്പോൾ അത് കിട്ടുമല്ലോ. മാൻഡിലിനും കാമ്പിനും ഇടയിലുള്ള അതിർവരമ്പിനെയാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിനും മാൻഡിലിനും ഇടയിലുള്ള അതിർവരമ്പിനെയാണ് എന്ത് പറയുന്നത് പിള്ളേരെ? മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് SCRT പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റും നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായിട്ട് നോട്ട് എഴുതി തന്നെ പഠിച്ചു വെക്കുക. ഇത് ഒട്ടുമിക്ക എല്ലാ പരീക്ഷയും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.